ബ്രാഹ്മണ മതത്തിൻ്റെ അനുയായികൾ ബ്രഹ്മാവിനെ തങ്ങളുടെ പരമോന്നത ദൈവമായി കണക്കാക്കുന്നു. വേദങ്ങൾ പ്രകാരം സൃഷ്ടിയുടെ തുടക്കത്തിൽ ദൈവത്തിൽ നിന്ന് ഉയർന്നു വന്ന ആദ്യത്തെ രൂപമാണ് ബ്രഹ്മാവെന്നും അദ്ദേഹത്തിന് പ്രത്യേക സ്വഭാവവും വശങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടെന്നും ഹൈന്ദവർ വിശ്വസിക്കുന്നു. ബ്രഹ്മാവിനെ സ്രഷ്ടാവ് അഥവാ സൃഷ്ടികർത്താവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തെ സ്വർഗത്തിൻ്റെ അനശ്വരനായ കർത്താവായി ചിത്രീകരിക്കപ്പെടുന്നു. കൂടാതെ ദേവന്മാരുടെയും അസുരന്മാരുടെയും മനുഷ്യരുടെയും സർവ്വചരാചരങ്ങളുടെയും പിതാവുമാണ്. ബ്രഹ്മാവിൻ്റെ ചിത്രീകരണങ്ങൾ അദ്ദേഹത്തെ ഒരു വൃദ്ധനെ പോലെ വെളിപ്പെടുത്തുന്നു. നീണ്ട താടിയുള്ള 4 മുഖങ്ങൾ 4 ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവ പ്രതീകാത്മകമായി 4 വേദങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ബ്രഹ്മദേവൻ 84 ലക്ഷം ജീവജാലങ്ങളുടെ ശരീരങ്ങളെ സൃഷ്ടിച്ചു. രജോ ഗുണത്തിൻ്റെ ഫലത്തിൽ സന്താനങ്ങളുടെ പുനരുൽപാദനത്തിനായി അവരെ നിർബന്ധിച്ചുകൊണ്ട് അദ്ദേഹം ജീവജാലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ബ്രഹ്മാവിൻ്റെ വിഗ്രഹങ്ങളിലും ചിത്രങ്ങളിലും സാധാരണയായി 4 കൈകൾ ഉള്ളതായി കാണിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ 8 കൈകളുള്ളതായും ചിത്രീകരിക്കപ്പെടുന്നു. ബ്രഹ്മാവ് പലപ്പോഴും 5 വസ്തുക്കൾ വഹിക്കുന്നുണ്ട്. സമയത്തെ പ്രതീകപ്പെടുത്തുന്നതിനായി ഒരു ജപമാലയും സൃഷ്ടിയുടെ സാധ്യതയെ പ്രകടിപ്പിക്കുവാനായി ജലം നിറച്ച ഒരു പാത്രവും പ്രാർത്ഥനയ്ക്കിടെ വിശുദ്ധ എണ്ണ ഒഴിക്കുന്നതിനായി കൈലിൻ്റെ രൂപത്തിലുള്ള ഒരു ചെങ്കോലും താളിയോല ഗ്രന്ഥവും വഹിക്കുന്നു. വിവേചന ബുദ്ധിയുടെ പ്രതീകമാണ് ബ്രഹ്മാവിൻ്റെ വാഹനമായ ഹംസം. അറിവിൻ്റെ ദേവതയായ സരസ്വതി ബ്രഹ്മാവിൻ്റെ കൂടെ സൃഷ്ടിപ്രക്രിയയിൽ സദാ സഹചാരിണിയാണ്.